ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം വെച്ചുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മാമ്പഴം ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ബോളിലോട്ട് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഈ പച്ചരി നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ ഒരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് പിന്നീട് ഇത് അരച്ചു ചേർക്കാം. ഓക്കെ, അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കഴുകി കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 പഴുത്ത മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ശർക്കര പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 5 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് മൈദ. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ശർക്കര പാനിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ശർക്കര പൊടിച്ചതാണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു 1/4 കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇപ്പൊ എന്തായാലും ഇത് നമുക്കൊന്ന് അരച്ചെടുക്കുന്നതാണ്. അപ്പൊ വെള്ളവും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തെങ്കിൽ പോലും ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു 1/4 കപ്പ് വെള്ളം പോരാ. എനിക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാൻ വേണ്ടി 1 കപ്പിനടുത്ത് വെള്ളം വേണ്ടി വന്നു. നമുക്ക് അരച്ച് കിട്ടുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം ഉപയോഗിക്കേണ്ടി വരുമോ അത്രത്തോളം വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിരത്തിലെല്ലാം അരച്ച് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം പെട്ടെന്നൊന്ന് പൊങ്ങി വരാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വറുത്ത എള്ളും അതുപോലെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്ക്കകത്തിട്ട് വറുത്തെടുത്തതാണ് ഇത്. അപ്പം കറുത്ത എള്ളും അതുപോലെ തേങ്ങാക്കൊത്തുമാണ് ഞാൻ ഇതുപോലെ നെയ്ക്കകത്തിട്ട് വറുത്തെടുത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് കോരി ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൈഡ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അത്തരത്തിൽ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.